ഹലോ ഫ്രണ്ട്സ്, നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചരിഞ്ഞ പ്രതലത്തിൽ വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറച്ചുകൊണ്ട് എങ്ങനെ PCC ചെയ്യാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇവിടെ കാണുന്നത്. ആദ്യമായി അതിൻ്റെ പ്രതലം കോമ്പാക്റ്റ് ചെയ്ത സർഫസ് ഉണ്ട്. ആ കോമ്പാക്റ്റ് ചെയ്ത സർഫസിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത കോൺക്രീറ്റ് കൊണ്ടുവന്ന് വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറച്ചുകൊണ്ടുള്ള കോൺക്രീറ്റ് ലേ ചെയ്യുന്ന വീഡിയോയിലാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ആദ്യമായി ഇതിൻ്റെ മിക്സിൻ്റെ കാര്യങ്ങളാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് അഗ്രിഗേറ്റ്സ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് സിമെൻറ്റ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അതിന് മുമ്പായി ഇത് കോമ്പാക്റ്റ് മിക്സ് ചെയ്ത പ്രൊഡക്റ്റിന് ലേ ചെയ്ത ഒരു വ്യൂ ആണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ആദ്യമായി മണൽ ഇടുന്നു. 1:4 റേഷ്യോയിലാണ് ഇതിൻ്റെ പ്രപ്പോർഷൻ വരുന്നത്. ആദ്യമായി ഇപ്പോൾ മണലിട്ടു. ഇനി അടുത്തതായിട്ട് നമ്മൾ മെറ്റൽ ഇടുകയാണ്. മെറ്റലിട്ടു. ഇനി അടുത്തത് നമ്മൾ മെറ്റലിട്ട് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ അതിൻ്റെ സിമെൻറ്റ് ഇട്ടു. ഒരു ബാഗിൻ്റെ മിക്സറാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിമെൻറ്റ് യൂസ് ചെയ്തു. സിമെൻറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി വെള്ളം ഒരു ബക്കറ്റിൽ 5 ലിറ്ററാണ്. അങ്ങനെ നമ്മൾ 20 ലിറ്റർ വെള്ളമാണ് ഒരു ബാഗിന് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം ഒഴിച്ചതിന് ശേഷം മിക്സ് ഡ്രമ്മിനകത്തേക്ക് പോർ ചെയ്തു. ഡ്രമ്മിലേക്ക് പോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 3 മിനിറ്റ് ഓളം നമ്മളതിനെ മിക്സ് ചെയ്യണം. ഫിൽറ്റിംഗ് മിക്സ് ഡ്രമ്മിനകത്ത് മിക്സ് ആയതിന് ശേഷം നമ്മളത് ട്രോളിയിലെടുത്തിട്ടാണ് നമ്മൾ ഫീൽഡിൽ അത് പോർ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തെല്ലാം വാട്ടർ സിമെൻറ്റ് റേഷ്യോ കുറച്ചിട്ട് നമ്മൾ 20 ലിറ്റർ വെള്ളം ഉപയോഗിച്ചിട്ടാണ് 1:4 മിക്സ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഒരു ചരിഞ്ഞ പ്രതലമായതുകൊണ്ടാണ് നമ്മൾ അത്രയും വെള്ളത്തിൻ്റെ അളവ് കുറച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഈ മിക്സ് ചെയ്ത മിക്സിനെ നമ്മൾ ഇതുപോലെ കൊണ്ടുവന്ന് നമ്മുടെ എർത്ത് കോമ്പാക്റ്റ് ചെയ്ത സ്ലോപ്പായിട്ടുള്ള സ്ഥലത്ത് ഒഴിയണം. അങ്ങനെ നമ്മൾ കുറച്ച് ഇട്ടതിന് ശേഷം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ മുഴുവനായിട്ടുള്ള ഭാഗം നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. വെള്ളം വളരെ കുറച്ചിട്ട് നമ്മൾ ആ PCC ഇട്ട് ആ പ്രതലം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ തുമ്പത്ത് കാണുന്നത് അതിൻ്റെ ഗട്ടറാണ്. ഡ്രെയിൻ റാമ്പിൽ നിന്ന് വരുന്ന വെള്ളം കളക്ട് ചെയ്യാനുള്ള ഗട്ടറാണ്. ഈ ഗട്ടറിൻ്റെ ഡീറ്റെയിലും നമ്മൾ അതിൻ്റെ കോൺക്രീറ്റിങ് നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്